അവൻ്റെ ഇരിപ്പുണ്ടല്ലേ? ആ വിട്ടേക്ക് സാറേ. സാറിന് ചായ വരട്ടെ? എനിക്ക് വേണ്ട, നിങ്ങൾ കുടിച്ചോ. നമുക്ക് കുടിക്കാം. സാറിന്റെ ടെൻഷൻ കണ്ടതൊന്നും പുള്ളിയാണ് പ്രസവിക്കാൻ പോണത്. ആ ടെൻഷൻ അറിയണമെങ്കിൽ പെണ്ണ് കെട്ടണം സ്വാമി സാറേ. പെണ്ണ് കിട്ടായിരുന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സാറേ. വന്നേ ചായ കുടിക്കാം. വേണ്ടടാ, ഇവൻ്റെ ചായ കൊടുത്തേ. നീ ആ എസ്റ്റേറ്റിനകത്ത് തല്ലുണ്ടാക്കാൻ പോയതിനാ? ഞങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ചത്തേനെ നീ. ചാവാനല്ല, കൊല്ലാൻ പോയതാ. കഴിഞ്ഞ 4 വർഷം കാത്തിരുന്ന് കിട്ടിയ പരവള സാറേ. ഇത് വിട്ട എനിക്കൊരവസരമില്ല. സ്വാമി സാറേ, ആ താക്കോലിങ്ങെടുത്തേ. എന്തുപറ്റി? ഇങ്ങെടുക്ക്. ആ, ഒരവസരം കിട്ടിയാലല്ലേ നീ ചാടൂ. ഒരു ജീവപര്യന്തം കിട്ടിയത് നിനക്ക് മതിയായില്ലല്ലേ? ഇവനൊക്കെ പരോൾ കൊടുത്തവനെ വേണം ആദ്യം തന്നെ. സോളമ, നിങ്ങൾക്കറിയോ അവന്? ആ അറിയാം സാറേ. ഇവൻ ആരെ കൊന്നിട്ട് പോയത്? സാറേ, നിങ്ങൾക്ക് അവനൊരു കൊലപാതകമായിരിക്കും, പക്ഷേ ഞങ്ങൾക്ക് അവൻ ഞങ്ങളുടെ സ്വന്തം സോളമന സാറേ. പത്ത് 35 വർഷം മുമ്പ് പട്ടുമലയിലൊരു ഉരുൾപൊട്ടലുണ്ടായി. 47 പേരാണെന്ന് മണ്ണിനടി പോയത്. അന്നതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരു 6 വയസ്സുകാരൻ പയ്യൻ മാത്രമാണ് സാറേ. അവനാ സാറേ ഈ സോളമൻ. ഈ നാട് മുഴുവനും അവനെ ഇഷ്ടപ്പെട്ടപ്പോൾ അവനിഷ്ടപ്പെട്ട വേറൊരാളുണ്ടായി, അവൻ്റെ പെണ്ണ്. നിർത്തിക്കും, അല്ലെങ്കിൽ തുഴയേണ്ടി വരും. തിരിച്ചിട്ടോ. ഇട വണ്ടി തിരിച്ചിട. ചേച്ചി എന്തായി? സോളമേട്ടൻ അക്കരെ എത്തി. അപ്പൊ നീ പോവാൻ തീരുമാനിച്ചോ? അച്ഛനും കൊച്ചനും ഒക്കെ അവിടെ നിക്കണ്ടേ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്തായാലും നന്നായി പഠിക്കണേ. ഒരു വീട്ടിലെ ഒരു ഒളിച്ചോട്ടം മതി. അച്ഛനമ്മയൊക്കെ പറയുന്ന കേട്ട് അവര് പറയുന്ന ചെക്കനെ കേട്ട് സുഖമായിട്ട് ജീവിക്കണേ. നീ വേണമെങ്കിൽ എന്റെ സ്വത്തൊക്കെ എടുത്തോ. ഓ അല്ലല്ലേ ചേച്ചിമാരെണ്ണം മൊത്തം അനിയത്തിമാർക്ക് പണി കിട്ടുന്നു. ഞാനും വരണോ? ഒളിച്ചോടി പോകുമ്പോ അച്ഛനെ കൂട്ടി പോകാൻ പറ്റുവാവേ? എടി, നീ വന്നില്ലെങ്കിൽ അച്ഛൻ വേറെ ആരെങ്കിലും എന്റെ കൂടെ വിടും. എന്റെ ഒളിച്ചോട്ടം നീ ആയിട്ട് കൊളാക്കരുത് പ്ലീസ്. ചേച്ചി ആരെങ്കിലും കാണും. നിങ്ങൾ ഇതുവരെ പോയില്ലേ? വേഗം പോയി എടുത്തിട്ട് വാ. എന്താടി ഇത്? അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതിന് ഇനി സമയമുണ്ടല്ലോ. ആദ്യം ദൈവത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ. അല്ല, മാതാപിതാ ഗുരുദേവൻ എന്നാണല്ലോ. ചെല്ലട്ടമ്മേ. അതെ, കറക്കം തിരിഞ്ഞിരിക്കാതെ വേഗം വന്നേക്കണേ. അമ്പലത്തിലേക്ക്. പിന്നെ ആ വിളക്കിലൊക്കെ തിരിയിട്ടോണേ. ഞങ്ങളൊന്ന് അമ്പലം വരെ. ഞാനും കൂടെ വരാന്നാ. അയ്യോ, അത് പ്രശ്നവും. എന്ത് പ്രശ്നം? 1 മിനിറ്റ്, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ തന്നെ വരാം. നീ ഒറ്റയ്ക്ക് പോകണ്ട, അവനും കൂടെ. ഇന്ന് നിന്റെ കല്യാണം കൂടിയാണ്. അച്ഛ, കൊച്ചച്ഛനെ ഇനി കുളിച്ചിട്ടൊക്കെ വരാൻ സമയം എടുക്കില്ലേ? ഇല്ലല്ല, ഒരു കാക്കക്കുളി ഞാൻ ഇപ്പൊ തന്നെ വരും. അതൊന്നും വേണ്ട, കൊച്ചു പോയിട്ട് വാ. മുഹൂർത്തം തെറ്റുന്നേ. എന്നാ നീ പൊക്കോ, സൂക്ഷിച്ചു പോണം. അപ്പൊ ഞാൻ കുളിക്കണ്ടല്ലോ. കല്യാണമൊക്കെ അല്ലേടാ, ഒന്ന് കുളിച്ചേക്ക്. അവിടെ എന്തടി കാശൊക്കെ എടുത്തോ? ദൈവത്താണ് ചില്ലി കാശ് എടുത്തിട്ടില്ല അച്ഛാ.
പിന്നെ അർച്ചന എങ്ങനെ നടത്തും? പൈസ നീ എടുത്തില്ലേ? ഇല്ലെന്ന്. ഇതാ പൂജാരിക്കും കൊടുത്തേക്ക്. നേരം വെളുത്ത് തുടങ്ങിട്ടോ. വരും. അനിയത്തിയും വരുന്നുണ്ടോ? നീ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി. ആരുമില്ലെന്നേ. പോട്ടെ മോളെ. ഹലോ ആ ചേട്ടാ, ആരോമ്പൊക്കെ ഇക്കലുണ്ട്. എടാ ആ ഈ കാക്ക കാഷ്ടം ശരിക്കും ഉടച്ചോളാം. ഓ. അല്ലെങ്കിൽ നാളെ ഒരേ ഇലയിൽ 2 പച്ചടി കളമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വെക്കിട്ട് ആൾക്കാർ കയറും. ഓ ശരി ശരി. തുടച്ചോ, ശരിക്കും തുടച്ചോ. എപ്പോ ആളെ വിടാം. ഇതാ ആ? അക്കരയ്ക്ക് ഹാരം ഒക്കെ ആയിട്ട് ആള് വന്നിട്ടുണ്ട്. ആ. നീ പോയി വാങ്ങിച്ചോണ്ടോ. ചേട്ടൻ ആ കസേര ഓടിച്ചിട്ട് ഇതാക്കണ്ട, എന്റെ കൈയിന്റെ കുഴ തേറ്റിരിക്കണ്. ചേട്ടനോട് വാ, വെള്ളം തുടഞ്ഞോണ്ടേ. ചേട്ടനോട് വാ. അപ്പൊ ശരി ചേച്ചി, ഇനി വിളിക്കാനൊന്നും നിൽക്കണ്ട, മെസ്സേജ് അയച്ചാൽ മതി. പോയിട്ട് വായോ. ശരി. വണ്ടി എടുക്കണം. അയ്യോ അച്ഛനെ കൊച്ചിട്ട് ഞാൻ പോവാണേ. ചേട്ടാ വേഗം വണ്ടി എടുത്തോ. വണ്ടി എടുക്കടാ. സ്റ്റാർട്ട് ആവുന്നില്ല. എന്റെ മാതാവ് സ്റ്റാർട്ട് ആവുന്നില്ല. അച്ഛനും വരുന്ന വണ്ടി എടുക്കാന്ന് നടന്നു പോയാ മതിയായിരുന്നു. ചക്കൻ വെളുപ്പിനെത്തിയാ ഇതുപോലൊരു കാർ അവനും ഉണ്ടായിരുന്നു. അത് എന്നോടാണ് ചോദിക്കുന്നത്. കുതിര പോലെ ഓടി വണ്ടിയല്ലോ. എടാ, കുതിരയുടെ പ്രായമെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ. പറഞ്ഞ സമയത്തിന് ആള് വരുന്നുണ്ട്. ഇറങ്ങി ഓടി അലുമ്പാക്കല്ലേ. പോലെ അതെ, ഞാൻ ഇറങ്ങി വരില്ല. വരരുത്. കുറച്ച് സമയം മിണ്ടാതെ കിടക്ക. ഞാൻ ഇതൊന്നും മൂടുകയാണേ. നമ്മളെ വീണല്ലോ. എന്താ സംഭവം? ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. കംപ്ലൈന്റ് വല്ലതും ഉണ്ടോ? എന്നാന്നറിയത്തില്ല. അല്ല, കാണാൻ നല്ല ലുക്കൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ, ഉള്ളിൽ ചതി നമുക്ക് പിടിയിട്ടൂല പെട്ടെന്ന്. ഒന്നില്ലെങ്കിൽ ബാറ്ററി കംപ്ലൈന്റ്, അല്ലെങ്കിൽ ഫീസ് പോയതായിരിക്കുള്ളൂ, അല്ലെങ്കിൽ വഴി കിടക്കില്ല ഇങ്ങനെ. ഇതെന്താ അത് സംഭവം? ചേട്ടൻ്റെ അവളുടെ കല്യാണമാണ്. ഇതാ വീട് കണ്ട, അവിടെ വെച്ചാണ് കല്യാണം. പിന്നെ നല്ല പയ്യനാണ് കേട്ടാ. ചേട്ടൻ്റെ മോളായതുകൊണ്ട് പറയല്ല, അവളെ പോലെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ഒരു പെണ്ണ് ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. എന്ത് പറ്റി? വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. മോനകത്ത് കയറി കൂടാ, സ്റ്റാർട്ട് ചെയ്ത് നോക്ക്, ഞങ്ങൾ പിടിച്ചേരാ. ചെല്ലേ ചേട്ടൻ കാണേട്ടാ. മോനും കയറിക്കോ, കയറിക്കോന്ന്. ഇത് ഞങ്ങളേറ്റ് പിടിച്ചോട്ടാ. ആക്സിഡന്റ് കൊടുത്തോടാ, വെച്ചോനെ കൈ വെച്ച് കാലെടുത്തോ. മൂടിട്ടാണ് വാഴക്കൊല്ലേനാ. അതൊന്നും വേണ്ട, ഇരിക്കട്ടെ, നന്നായി വരട്ടെ. എന്താ കാണിക്കണത്? ശരി എന്നാ. എന്തായാലും പയ്യനല്ലേ, നമ്മുടെ ഇളയ മോള് കൊടുക്കണമെങ്കിൽ ഇതുപോലെ തുരുത്തിന് കൊടുക്കണം. മാലേന്തി പോണു മാല.